ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും പുറത്ത് യാത്ര ചെയ്യുന്നവരാണ്, അതുപോലെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്. നമ്മളധികം കഴിക്കുന്നതും ചിലവർ ചോറ് കഴിക്കും, ബിരിയാണി കഴിക്കും, നെയ്ച്ചോറ് കഴിക്കും. എന്നാലും പെട്ടെന്ന് നമുക്ക് ഓടി വരുന്നത് പൊറോട്ട കഴിക്കാണ്. അപ്പോൾ പൊറോട്ട ഹോട്ടലിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന പൊറോട്ട, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒരു കലപ്പടവുമില്ലാത്ത പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കാണാം. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി തുടങ്ങാം. ഗോതമ്പ് മാവ് കൊണ്ടും പൊറോട്ട ഉണ്ടാക്കും, മൈദാ മാവ് കൊണ്ടും ഉണ്ടാക്കും. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് മൈദാ മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം 1 കിലോ മൈദാ മാവ് കൊണ്ടുള്ള പൊറോട്ടയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത്. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി പോരുത്, ആവശ്യത്തിനുള്ള ഇട്ടാൽ മതി. ഇനി പൊറോട്ടയിലൊക്കെ ചെറിയൊരു മധുരം കാണും. ആ മധുരം കിട്ടാൻ വേണ്ടി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ള് സോഡാപ്പൊടി ഇടുക. ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി മുട്ടയാണ് ആവശ്യം. ഞാനിവിടെ 3 കോഴിമുട്ട എടുക്കുന്നുണ്ട്. ഇവയെല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് യോജിപ്പിക്കാം. വെള്ളം നമുക്ക് ആവശ്യത്തിന് തെളിച്ച് കൊടുക്കുക. ഒന്നായിട്ട് വേണ്ട, കുറച്ചായിട്ട് ആവശ്യത്തിനുള്ളത് തെളിച്ച് കൊടുത്താൽ മതി. മാവ് നന്നായി കുഴയ്ക്കുക. അതിനുശേഷം 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യണം. എന്നാലേ മാവ് ഒരു നല്ല പദം കിട്ടുള്ളൂ. നമ്മളിവിടെ ഒരു പാത്രത്തിൽ ഓയിൽ തേച്ചിട്ട് അതിലാണ് വയ്ക്കുന്നത്. അതിനുശേഷം അതിന് മേലെയും കുറച്ച് ഓയിൽ തേക്കുക. എന്നിട്ട് തണുത്ത ഒരു തുണി വെള്ളത്തിൽ നനച്ചിട്ട് അതിന് മൂടി വെച്ചാൽ മതി. നിങ്ങൾ ടേബിൾ ടോപ്പിലാണെങ്കിൽ അതിന് മുകളിൽ വെറുതെ തുണി നനച്ചിട്ട് മൂടി വെച്ചാൽ മതി. ഈർപ്പം പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് പൊറോട്ട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ മാവ് പുറത്തെടുക്കാം. അതിനുശേഷം പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ആദ്യം ബൗൾസ് പിടിച്ച് വയ്ക്കാം. അതിനുശേഷം കുറച്ച് എണ്ണ തടവി 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ മാവ് സ്മൂത്തായി കിട്ടും. ഞാനിവിടെ ബൗൾസ് എല്ലാം പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി വയ്ക്കാം. അതിനുശേഷം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നനഞ്ഞ തുണി കൊണ്ട് അതിന് മേലെ മൂടി വയ്ക്കുക. ഈ ബോൾസിൻ്റെ മേലെ മൂടി വയ്ക്കണം. അപ്പോൾ നമുക്ക് ആ പൊറോട്ടൻ്റെ മാവ് സ്മൂത്തായിരിക്കും. ഈർപ്പം പോകാണ്ടിരിക്കണം. അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടെമ്പറായിരിക്കും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ തുണി കൊണ്ട് മൂടി വയ്ക്കുന്നത്. ഇതുപോലെ തുണി മൂടി വയ്ക്കുക. നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഓരോരോ പൊറോട്ട ആയിട്ട് ഉണ്ടാക്കാം. ഓയിൽ വേണം ഇതിൽ തേച്ച് കൊടുക്കാൻ.
ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തുക. അതിനുശേഷം നമുക്കിങ്ങനെ വീശാം. നന്നായി കുഴച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് മാവ് കിട്ടും. അപ്പോൾ നമുക്ക് പൊറോട്ട കഴിക്കുമ്പോഴും നന്നായിട്ട് സ്മൂത്തായിട്ടുണ്ടായിരിക്കും. പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിന് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ 2 പൊറോട്ടയ്ക്കാണ് മാവ് കുഴച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം, 3 ആക്കാം. നമ്മൾ കുഴയ്ക്കുന്ന മാവിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് പൊറോട്ടയുടെ എണ്ണം കൂട്ടാം. ഇവിടെ മീഡിയം പൊറോട്ട ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പൊറോട്ടകളിലൊക്കെ നമ്മൾ വീശി ചുറ്റി വെച്ചിട്ടുണ്ട്. ആ ചുറ്റി വെച്ചതിലൊക്കെ കുറേശ്ശെ ഓയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുക. അപ്പോൾ ആ തണുപ്പ് അങ്ങനെ തന്നെ നിൽക്കും. ഇനി നമുക്ക് ഓരോരോ പൊറോട്ടയായിട്ട് പരത്തി ചുട്ടെടുക്കാം. നമുക്കിങ്ങനെ കൈകൊണ്ട് പരത്തിയാൽ മതി. അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ചപ്പാത്തി കുഴലുകൊണ്ട് ഇതുപോലെ പരത്തിയാൽ മതി. നല്ല സ്മൂത്തായിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ഒന്ന് പരത്തി കഴിഞ്ഞു. നമ്മൾ മാവ് നനച്ചിട്ട് കുഴച്ചിട്ട് 1 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ 1-1.5 മണിക്കൂർ വെച്ചാൽ നല്ല സ്മൂത്തായി കിട്ടും. എത്ര എടുത്ത് വയ്ക്കണം അത്രയും മാവ് മയം കിട്ടും. ഇപ്പോൾ ഏകദേശം 3 പൊറോട്ട നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ചപ്പാത്തി ഇടുന്ന കല്ല് ചുടാം, അല്ലെങ്കിൽ ദോശക്കല്ല് ചുടാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലോ വേറെ ഏതായാലും മതി, അത് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുറുകും, നല്ല ടെമ്പർ വരും. അത് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിന് മുകളിലും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. തീ ചെറുതാക്കി വെച്ചിട്ട് വേണം അടുപ്പ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, വേഗവുമില്ല പൊറോട്ട. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കണം. ഇപ്പോൾ ഒരു പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത പൊറോട്ട കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ എല്ലാ പൊറോട്ടകളും ചുട്ടെടുക്കുക. അപ്പോൾ പൊറോട്ട 3 എണ്ണം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അത് ഇങ്ങനെ അടിക്കുക. ആ ചൂട്ടോട് കൂടി തന്നെ അടിക്കണം, എന്നാലേ നല്ല ഇതായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് കുറച്ചും കൂടി ടെമ്പറായി പോകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ, നല്ല സ്മൂത്തായിട്ടുള്ള പൊറോട്ട. ഹോട്ടലിലും മറ്റേ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ പൊറോട്ടയാണ്. ഇനി നമ്മൾ ഇതുപോലെ കാസ്ട്രോളിലിട്ട് അടച്ചു വയ്ക്കുക. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ബലം വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.